നല്ലവനായ ദൈവത്തിന് സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന്റെ കാൽവറിയിലെ സ്നേഹത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട്, കരങ്ങൾ കൂപ്പിക്കൊണ്ട് മഹത്വമൊക്കെ ദൈവത്തിന് അർപ്പിക്കുന്നു. തന്റെ സ്വർഗീയ മഹിമകളെ നമുക്ക് വേണ്ടി ഉരിഞ്ഞുവെച്ച് തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തോട് അനുസരണമുള്ളവനും പാപികളായ നമ്മോട് സ്നേഹമുള്ളവനുമായി തീർന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ. സ്തോത്രം. പിന്നെയും നമുക്കൊരുമിച്ചായിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിടത്തു നിന്ന് ഈ രാത്രി തുടങ്ങാം. ദൈവസഭ മഹാപീഡനത്തിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്. ദൈവസഭയുടെ പ്രത്യാശ എതിർ ക്രിസ്തുവിന്റെ വരവോ ഭരണമോ അല്ല എന്ന ഭാഗമായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ശരിയല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണല്ലോ? സ്തോത്രം. അപ്പോൾ ദൈവസഭയുടെ പ്രത്യാശ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ദൈവസഭയ്ക്ക് മഹാപീഡനം ഇല്ല അല്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാരണം തിരുവെഴുത്ത് നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളാണ് തരുന്നത്. നമുക്കുള്ള അതിമഹത്തായ വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രത്യാശയുടെ 6-8 ഭാഗങ്ങൾ നമ്മൾ നാളുകളായി മുദ്രാവാക്യങ്ങൾ പോലെ ഉദ്ധരിക്കാറുണ്ട്. നിങ്ങൾക്കത് ഓർമ്മ കാണും. സ്തോത്രം. നമ്മുടെ കർത്താവ് വരും, നമ്മെ തൻ്റെ കൂടെ കൊണ്ടുപോകും, കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തും, കർത്താവിനോട് കൂടെ നാം എന്നും എന്നേക്കും ആയിരിക്കും, നാം നമ്മുടെ കർത്താവിനെ പോലെ അവനോട് സദൃശന്മാരാകും, നാം നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണും. 7, കർത്താവ് തന്നെ നമ്മുടെ നിത്യ അവകാശമായിരിക്കും, അല്ലെങ്കിൽ നിത്യാവകാശമായി നാം നമ്മുടെ കർത്താവിനെ തന്നെ പ്രാപിക്കും. 8, നാം അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും. ഈ 8 കാര്യങ്ങളാണ് നമ്മുടെ പ്രത്യാശയുടെ കാതലായ ഭാഗങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കർത്താവ് മനസ്സിലാക്കി തന്നാൽ, അല്ല മറ്റെവിടെ ഒന്നെങ്കിലും എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ അതും കൂടെ ഇതിനോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇതാണ് ദൈവസഭയുടെ പ്രത്യാശ. ദിസ് 8-fold hope we have, the church has in the Bible. But if we go for a post-tribulation rapture, there is no place for this hope. And the key to this hope is the mid-year advent of the Lord Jesus Christ to catch up his church. സ്തോത്രം. ഈ പ്രത്യാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏറ്റവും കാതലായ ഭാഗം, ദൈവസഭയെ തന്നോട് ചേർക്കുവാൻ മേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന യേശു, അല്ലെങ്കിൽ യേശുവിന്റെ മേഘപ്രത്യക്ഷത എന്നതാണ്. സ്തോത്രം.
മേഘപ്രത്യക്ഷത എന്നൊരു പദം ഇല്ലെന്നും രഹസ്യവരവെന്നൊരു പദം ഇല്ലെന്നുമൊക്കെ ഈ മഹോപദ്രവവാദികൾ വാദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ 1 തെസലോനിക്കർ 4:16 നിന്ന് ഇതിന് മുമ്പ് തന്നെ കണ്ട കാര്യമാണ്. നാം മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളത്. സ്തോത്രം. ഒന്നും കൂടെ ആ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 Thessalonians 4:16, 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. സ്തോത്രം. മരിച്ച് ഉയർക്കുന്ന വിശുദ്ധന്മാരും ജീവനോടിരുന്ന് രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ രണ്ട് പ്രയോഗങ്ങളാണ് യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത, മധ്യാകാശവരവ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് ആധാരമായിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രയോഗം ബൈബിളിൽ ഇല്ല. മധ്യാകാശവരവെന്ന് ഒരു പ്രയോഗം ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് വാദിക്കുന്നത് മൗഢ്യമാണ്. നമ്മൾ നേരത്തെയും കണ്ടു, ത്രിത്വം എന്ന ഒരു പദം ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് ത്രിത്വം, ത്രിയേകത്വം ഇല്ല എന്ന് വാദിക്കുന്നത് വേദവിപരീതമല്ലേ? അങ്ങനെ തന്നെയുള്ളൂ ഇതും. അപ്പോൾ ദൈവസഭയുടെ പ്രത്യാശ പൂർണ്ണമാകണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത സംഭവിക്കുകയും ആ പ്രത്യക്ഷതയെങ്കിൽ ദൈവസഭ ക്രിസ്തുവിങ്കലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ആകാശത്തിൽ വെച്ച് യേശുക്രിസ്തുവിനെ ദൈവസഭ എതിരേൽക്കുകയും അവിടെ വെച്ച് സഭയുടെയും ക്രിസ്തുവിന്റെയും സമാഗമം സംഭവിക്കുകയും ചെയ്യണം. എന്നാൽ പോസ്റ്റ് ട്രിബുലേഷണലിസം, ഉപമഹാപദ്രവത്തിലൂടെ സഭ പോകുമെന്ന് വാദിക്കുന്നവർക്ക് ഈ പ്രത്യാശയുടെ ഘടകം ഇല്ല. അതുകൊണ്ട് തന്നെ ആ വാദത്തിന് തിരുവെഴുത്തിൽ സാധുതയില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമാണെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ലെന്ന് കരുതട്ടെ. എങ്കിൽ 14-ാമത്തെ ഒരു ഭാഗവും കൂടെ, ഒരു വാദവും കൂടെ. 13 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ. എങ്കിൽ 14-ാമത്തെ ഒരു കാര്യം, മഹോപദ്രവത്തിലൂടെ സഭ പോകുമെന്ന് വാദിക്കുന്നവർ എടുക്കുന്ന, അവരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന വാക്യമാണ് 2 തെസലോനിക്കർ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ. 2 Thessalonians chapter 2 verses 1 through 3. 2 തെസലോനിക്കർ 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ. പ്രത്യേകിച്ച് അതിന്റെ 3-ാമത്തെ വാക്യം, മഹോപദ്രവവാദികൾ
മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ ആർക്കെങ്കിലും? ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. സ്തോത്രം. ഈ വാക്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെയും സംശയത്തിൽ ആഴ്ത്തിയിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ സ്വകാര്യമായിട്ട് എന്നോട് ഈ വാക്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഞാൻ അന്ന് നൽകിയിട്ടില്ല. കേരളത്തിലുള്ള മറ്റൊരു സഭയിൽ വെച്ച് ഇതേ വിഷയത്തെ സംബന്ധിച്ച് ചില ദിവസങ്ങളിലെ ക്ലാസുകൾ ചില വർഷങ്ങൾക്ക് മുൻപ് നടന്നു. മഹോപദ്രവത്തിലൂടെ സഭ പോകുമോ ഇല്ലയോ എന്ന വാദം സാമൂഹിക മാധ്യമങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്താണ് തിരുവനന്തപുരത്തുള്ള ഒരു ദൈവസഭ ഒരു 3 ദിവസത്തെ ക്ലാസ് ഇതേ സംബന്ധിച്ച് വയ്ക്കുകയുണ്ടായി. അതും അന്നും ഈ ചോദ്യം വളരെ പ്രധാനമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നു. കാരണം ഈ വാക്യമാണ് ഏറ്റവും ശക്തമായി മഹാപീഡനത്തിലൂടെ സഭ പോകും, സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് വിശ്വാസത്യാഗവും സംഭവിക്കുകയും വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു വെളിപ്പെടുകയും വേണം. അതിന്റെ 3-ാം വാക്യം കണ്ടില്ലേ? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്ന് നാം അവിടെ കാണുന്നു. ആദ്യമേ. Let no one deceive or beguile you in any way, for that day will not come except the apostasy come first, unless the predicted great falling away of those who have professed to be Christians has come, and the man of lawlessness or the man of sin is revealed, who is the son of doom or the son of perdition. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആദ്യമേ, മലയാളത്തിൽ നമ്മൾ കാണുന്നു ആദ്യമേ. ആ ഒരു പ്രയോഗമാണ് മഹോപദ്രവവാദികൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ 14-ാമത്തെ വാദത്തിൽ നമ്മൾ ഈ കാര്യമാണ് എടുക്കുന്നത്. On this 14th point, we will be dealing with this aspect. So the post-tribulationists argue that this is must, that apostasy should happen and
the Antichrist should be revealed first. So this is their argument that what should come first? Apostasy or falling away from the faith and the revelation of Antichrist. Okay? The man of sin and the son of perdition. Together, that is for Antichrist. ഇതാണ് മഹോപദ്രവവാദികളുടെ വാദം. ആ വാദത്തെയാണ് നമ്മൾ ഈ 14-ാമത്തെ ഭാഗത്ത് ഒന്ന് വിശകലനം ചെയ്യുന്നത്. അതിനെ ഖണ്ഡിക്കുന്നെന്നോ മുറിക്കുന്നെന്നോ ഇല്ല, നമ്മൾ അതിനെ ഒന്ന് പഠിക്കുകയാണ് നിഷ്പക്ഷതയോടെ. ന്യൂട്രലി we can analyze it. Let's just try to be analytical here. നമുക്കിവിടെ ആ ഒരു പ്രയോഗത്തെ ഒന്ന് അപഗ്രഥിക്കാം, ഒന്ന് അവലോകനം ചെയ്യാം. ശരിയാണ്, വേദപുസ്തകം വ്യക്തതയോടെ പറയുന്നു, പൗലോസ് നിസ്സംശയം പറയുന്നു, ആദ്യമേ എന്ത് സംഭവിക്കണം? വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയുടെ വെളിപ്പാടും സംഭവിക്കണം, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും സംഭവിക്കണം. ആദ്യമേ. ഈ വാക്യം വെച്ചുകൊണ്ട് സഭയുടെ ഉൽപ്രാവണത്തിനു മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം എന്ന് വാദിക്കുന്നത് ശരിയാണോ, ശരിയല്ലേ? ഇതാണ് നമ്മുടെ ചോദ്യം. പറഞ്ഞാട്ടെ, നിങ്ങളും കൂടെ പ്രതികരിച്ചോ, കുഴപ്പമില്ല. ഒന്നും കൂടെ മനസ്സിലാക്കാൻ, ഈ വാക്യം വെച്ച് മാത്രമാണെങ്കിൽ ശരിയാവും. ഈ വാക്യം വെച്ച് മാത്രമാണെങ്കിൽ ശരിയാകും. ഓക്കെ. വിശ്വാസത്യാഗം എന്നതിന്റെ വ്യാഖ്യാനം കൂടെ പറഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ falling away from faith, വിശ്വാസത്തിൽ നിന്ന് വീണു പോവുക, വഴുതി വീഴുക, വിശ്വാസം ഉപേക്ഷിക്കുക. ഭാഷ അത് തന്നെയല്ലയോ 2 തീമോഥെയോസ് 3:1 കൊണ്ട് പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്നേഹികളും നിരവിരാക്കളും വമ്പ് പറയുന്നവരും അഹങ്കാരികളൊക്കെ ആകുമെന്ന് പറയുന്നത്. അവിടെ വിശ്വാസത്യാഗവുമായിട്ട് ബന്ധമില്ല. മനുഷ്യന്റെ പ്രകൃതത്തിലെ നടക്കുമ്പോൾ വിശ്വാസത്യാഗം നടക്കുമല്ലോ. സ്വസ്നേഹിയായ ഒരാളെ വിശ്വാസിയായിരിക്കാൻ പറ്റുകയില്ല. ഇല്ല, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് അവിടുത്തെ വിഷയം. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക, സത്യദൈവത്തെ നിഷേധിക്കുക, അല്ല പക്ഷേ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ വിശ്വാസത്യാഗം സംഭവിച്ചവരുണ്ടാവൂല, അന്നത്തെ കാര്യല്ലേ പറയണത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ആദ്യമേ ഇവ സംഭവിക്കണമെന്നാ.
2 തെസ്സലോനിക്കർ 2:3 പറയുന്നത് ആദ്യമേ 2 കാര്യങ്ങൾ സംഭവിക്കണം: വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇത് രണ്ടും ആദ്യം സംഭവിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ ആദ്യം സംഭവിക്കേണ്ടത്? അവിടെ അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ആദ്യം, എന്തിന്റെ ആദ്യം? എന്തിനു മുമ്പാണ് ഈ 2 കാര്യങ്ങൾ സംഭവിക്കേണ്ടത് എന്നതാണ് പ്രസക്തമായ കാര്യം. അതൊന്ന് നോക്കിക്കേ, അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. എന്തിനു മുമ്പ്? ഏത് കാര്യത്തിന് മുമ്പാണ് ഇത് രണ്ടും സംഭവിക്കേണ്ടത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, മഹത്വ പ്രത്യക്ഷത. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത. ഓക്കെ, കുറച്ചും കൂടെ കറക്റ്റ് ആകാനുണ്ട്. ഉത്പ്രാവണത്തിന് ശേഷം ആദ്യമേ സംഭവിക്കേണ്ടത്. ഇവിടെ ഉത്പ്രാവണത്തിന് ശേഷം ഒന്നല്ല, ആദ്യമേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെ നമുക്ക് ഉത്പ്രാവണ ശേഷം ഒന്നും വെക്കാൻ ഒക്കത്തില്ല. എഴുതിയിരിക്കുന്നത് അക്ഷരീയമായും അങ്ങനെ തന്നെ. ആദ്യമേ എന്ന് പറഞ്ഞാൽ ആദ്യമേ, ശേഷമൊന്നും ഇവിടെ വരുന്നില്ല. ഒന്നും കൂടെ ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1, 2, 3. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. പരിശുദ്ധാത്മാവ് പോയതിനു ശേഷമാണ് ഇവിടെ ആദ്യം എന്നാ പറഞ്ഞിരിക്കുന്നത്, ശേഷം എന്നൊരു പരിപാടി ഇല്ല ഇവിടെ. ആദ്യം. അപ്പോൾ എന്തിന് ആദ്യം അഥവാ എന്തിനു മുമ്പാണ് ഇത് സംഭവിക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ ശേഷം എന്നുള്ളത് വേണ്ട. ഇവിടെ ശേഷം എന്നൊരു പരിപാടി ഇല്ല. ഇവിടെ മുമ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് എന്തിനോ മുൻപ് സംഭവിക്കേണ്ടത്. ആദ്യമേ സംഭവിക്കേണ്ടത് വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വരവുമാണെന്നാണ് ഈ വാക്യം പറയുന്നത്. അതാണ് നമുക്ക് എതിർ ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടിരുത്തുമല്ലോ. അപ്പൊ അതിനു മുമ്പായിരിക്കും. 4-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ദൈവാലയത്തിൽ ഇരുന്നു. അവൻ വന്നു കഴിഞ്ഞിട്ടാ അത്. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യമേയാണ്. അപ്പൊ എന്തിന്റെ ആദ്യമായിട്ടാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. കർത്താവിന്റെ വരവിന് തൊട്ട് മുൻപ് അല്ല, മഹോപദ്രവത്തിന്റെ ആരംഭത്തിൽ. അതൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുകയല്ലേ. നമുക്ക് ഈ വചനമാ വ്യാഖ്യാനിക്കേണ്ടത്. അവിടെയാ നമ്മുടെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നം കിടക്കുന്നത്.
ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരാൾ ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദിയും എടുത്തു വെച്ചോളൂ. മൂന്നാണോ പാസ്റ്ററെ? അതെ അതെ, മൂന്നാമത്തെ വാക്യം. Let no man deceive you by any means, for that day shall not come, except there come a falling away first, and that man of sin be revealed, the son of perdition. മലയാളത്തിൽ വ്യക്തമല്ലാത്ത വരാങ്കളെ, ഇത് ഞാൻ പറഞ്ഞിട്ട് ഹിന്ദി വായിച്ചോണേ. മലയാളത്തിൽ വ്യക്തമല്ലാത്ത ഒരു കാര്യം ഇംഗ്ലീഷിൽ വ്യക്തമാണ്. മലയാളത്തിൽ ആദ്യമേ എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ കുറെ കൂടെ വ്യക്തമല്ലേ? എന്തിന്റെ ആദ്യം എന്നാ കൊടുത്തേക്കുന്നേ? For that day shall not come, For except that day. For that day. Which day? ഹിന്ദിയും കൂടെ വായിച്ചോ, ഹിന്ദിയും കൂടെ വായിച്ചോട്ടെ. किसी रीति से किसी के धोखे में ना आना, क्योंकि वह दिन ना आएगा जब तक धर्म का त्याग ना हो ले और वह पाप का पुरुष अर्थात विनाश का पुत्र प्रकट ना हो. എന്ത് മനസ്സിലായി? ആ ദിവസത്തിന് മുമ്പ് വരത്തില്ല. ഏത് ദിവസം? ഏത് ദിവസം? എടുക്കപ്പെടുന്ന किसी रीति से किसी के धोखे में ना आना. ഏത് ദിവസം? वो छोड़ो ना, वो छोड़ो. कौन सा दिन? Yes, of course. Rena sister, Annie sister, you are right. The day of the Lord. രണ്ടാം വാക്യത്തിന്റെ അവസാനത്തിൽ രണ്ടാം വാക്യം കണ്ടോ? ആ നാൾ എന്ന് മൂന്നാം വാക്യത്തിൽ പറയുന്ന നാൾ ഏതാണെന്ന് രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഏത് നാളാ? കർത്താവിന്റെ നാൾ. കർത്താവിന്റെ നാൾ. The day of the Lord. The day of the Lord. കർത്താവിന്റെ നാൾ. പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ LORD, ക്യാപിറ്റൽ. യഹോവയുടെ ദിവസം. The day of the Lord, യഹോവയുടെ ദിവസം. മനസ്സിലായോ? സഭയുടെ ഉൽപ്രാവണത്തിനു മുമ്പേ വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടും അല്ലെങ്കിൽ പ്രത്യക്ഷതയും നടക്കണം എന്നല്ല, അല്ലെ നടക്കും എന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പിന്നെ യഹോവയുടെ നാൾ, കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പേ ഇത് സംഭവിക്കും എന്നാ പറയുന്നത്. കർത്താവിന്റെ നാൾ. ഇത്രയും വ്യക്തമാണോ? മലയാളത്തിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ആ ഒരു പ്രയോഗമില്ല. That day, before that day, or until and unless these two things happen, that day will not come. Usdin, Wahadin, ഹിന്ദിയിൽ, that day in English. ആ ദിവസം. ഏത് ദിവസം? വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നടക്കുന്നതിന് മുമ്പ് ആ ദിവസം വരികയില്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഏത് ദിവസം? യഹോവയുടെ ദിവസം എന്ന്
2-ാം വാക്യത്തിൽ പറയുന്നു. അഥവാ കർത്താവിന്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, ദ ഡേ ഓഫ് ദ ലോർഡ്. ഇത്രയും വ്യക്തമാണോ? ഇനിയും ഇതിന്റെ വിഷയത്തിലേക്ക് കടക്കാം. തെസലോനിക്ക സഭയുടെ വിഷയം, അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവരുടെ സംശയം എന്തായിരുന്നു? പൗലോസ് ഈ 2 ലേഖനങ്ങൾ തെസലോനിക്ക സഭയ്ക്ക് എഴുതുവാനുള്ള പ്രധാന കാരണവും ഉദ്ദേശവും എന്താണ്? തെസലോനിക്ക സഭയ്ക്കുള്ള ഏറ്റവും വലിയ 2 കൺസേൺസ്, ഏറ്റവും വലിയ 2 ചിന്താഭാരം. ആ കാലത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തു വരും എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അത് അവരുടെ ആഗ്രഹവും ചിന്തയും എന്തായിരുന്നു? അവരുടെ ജീവകാലത്ത് തന്നെ ക്രിസ്തു വരും, അവർ മരിക്കത്തില്ല, അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ തലമുറയിൽ തന്നെ യേശു വരും. ഇതായിരുന്നു അവരുടെ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും. പക്ഷേ അവരുടെ ഇടയിൽ ചിലർ മരിച്ചു, വിശ്വാസികൾ ചിലർ മരിച്ചു, നല്ല വിശ്വാസികൾ. തെസലോനിക്ക സഭ വളരെ നല്ല മാതൃകാ സഭയാകട്ടോ. പക്ഷെ ആ സഭയിലെ ചിലര് യേശുവിന്റെ വരവ് കാത്തിരുന്ന് മരിച്ചുപോയി. മരിച്ചുപോയവര് ആശങ്കയോടാണോ മരിച്ചതെന്നറിയില്ല. പക്ഷേ അവരുടെ വീട്ടുകാർക്കും സഭക്കാർക്കും ആശങ്കയായി. ആ പ്രശ്നത്തെയാണ് പൗലോസ്ലിഹ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്നത്. നിദ്ര കൊണ്ടവരെ കുറിച്ച് അഥവാ മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് 16-ാം വാക്യത്തിൽ പറഞ്ഞത്. കർത്താവ് വരുമ്പോൾ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർക്കുന്നത്, പിന്നെയേ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയുള്ളൂ. നമ്മൾ അവർക്ക് മുമ്പാകയില്ല. അങ്ങനെ 1-ാമത്തെ പ്രശ്നം 1-ാം ലേഖനത്തിൽ പൗലോസ് കൈകാര്യം ചെയ്തു. 2-ാമത്തെ പ്രശ്നം കുറെ കൂടെ ഗുരുതരമായിരുന്നു. 1-ാമത്തെ വിഷയത്തെക്കാൾ ഗുരുതരമായിരുന്നു 2-ാമത്തെ വിഷയം. എന്താ 2-ാമത്തെ വിഷയം? അവരാകെപ്പാട് കുലുങ്ങി കലങ്ങിപ്പോയി. അയ്യോ, ഞങ്ങൾ കർത്താവിന്റെ അടുക്കൽ പോയില്ല ഇതുവരെ. പക്ഷേ കർത്താവിന്റെ ദിവസം വന്നു. കർത്താവിന്റെ ദിവസം വന്നു. അതാണ് 1-ഉം 2-ഉം വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2, ക്രിസ്തുവിന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. ക്രിസ്തു വരുന്നതും ക്രിസ്തുവിനെ നമ്മൾ എതിരേൽക്കുന്നതും 1-ാം ലേഖനം 4-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരോട് കൂടെ ആകാശങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്തിൽ നമ്മുടെ കർത്താവിനെ സമാഗമിക്കുവാൻ, എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് എഴുതി പൗലോസ് അയച്ച ലേഖനത്തിലെ അതേ വിഷയം 2-ാം അധ്യായത്തിൽ എടുത്തുന്നയിക്കുന്നു. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതും യേശുക്രിസ്തുവുമായി സഭ സമാഗമിക്കുന്നതും സംബന്ധിച്ച് അവർക്കുള്ള ആശങ്ക, സ്തോത്രം, അവർക്കുള്ള ആശങ്ക മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. മനസ്സിലായോ? ഇത്രയും. ഒന്നാമത്തെ ആശങ്ക, ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർക്ക് യേശു വരുമ്പോൾ എന്ത് സംഭവിക്കും, മരിച്ചവർ പോയല്ലോ എന്ന ആശങ്കയായിരുന്നെങ്കിൽ അതിന് പരിഹാരം പൗലോസ് നിർദ്ദേശിച്ചു. 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ. അവരുടെ രണ്ടാമത്തെ പ്രയാസം 1-ാം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അതേ വിഷയത്തോടനുബന്ധിച്ചാണ്. എന്താണ്? കർത്താവിന്റെ പ്രത്യക്ഷത, സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വരുന്നതും നമ്മുടെ സമാഗമനം, യേശുവിങ്കിലേക്ക് നമ്മൾ എടുക്കപ്പെടുന്നതും. 1 തെസ്സലോനി 4:17 പറഞ്ഞതുപോലെ ആകാശത്തിൽ വെച്ച് ദൈവസഭ യേശുവിനെ എതിരേൽക്കുന്നതും. ഇതായിരുന്നു അവരുടെ രണ്ടാമത്തെ പ്രശ്നം. The second concern of the Thessalonian church was this particular matter of hope, as Paul described in 1 Thessalonians chapter 4 verses from 13 to 18, especially in 16 and 17, about the coming of the Lord and the taking up of the church and meeting together of Christ and the church in the mid-air. This was the issue. What was the issue? എന്തായിരുന്നു അതേ സംബന്ധിച്ച് അവരുടെ പ്രശ്നം? സ്തോത്രം. അവരാകെ കൂടെ പ്രയാസപ്പെട്ടതായിരുന്നു. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വല്ല ആത്മാവിനാലോ പിന്നെ വല്ല വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും ചെയ്യരുത്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. നിങ്ങൾ ഞെട്ടിപ്പോകാൻ 3 അല്ലെങ്കിൽ തെസലോനിക്ക സഭ ഈ വിഷയത്തിൽ ചഞ്ചലപ്പെട്ടു പോകുവാൻ 3 പ്രധാന കാരണങ്ങൾ. 1, ഏതോ ആത്മാവ് ആർക്കോ ഏതാണ്ട് വെളിപ്പെടുത്തി കൊടുത്തു, എന്തോ വചനം ആർക്കോ കിട്ടി, അപ്പോസ്തലന്മാരുടെ പേരിൽ തന്നെ ഇതൊക്കെ പറയുന്ന ലേഖനങ്ങൾ സർക്കുലേറ്റ് ചെയ്തു തുടങ്ങി. പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ എഴുതി എന്ന വിധത്തിൽ അവരുടെ പേര് വെച്ച്
പുസ്തകങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇറങ്ങി. എന്തിനെ സംബന്ധിച്ച? ഇത് കർത്താവിന്റെ നാള് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളിപ്പോൾ കർത്താവിന്റെ നാളിലാണ് എന്നും പറഞ്ഞ്. മനസ്സിലായോ? വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയത് എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ. 3 കാര്യങ്ങളാണ്. These people were very much perplexed because, or they were alarmed, not to allow your minds to be quickly unsettled or disturbed or kept excited or alarmed, whether it be by some pretended revelation of the Spirit. ഈവൻ ദൈവാത്മാവ് തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി എന്ന തരത്തിലുള്ള വല്ല വെളിപ്പാടിനാലോ, ഓർ ബൈ വേർഡ് വചനത്താലോ, ഓർ ബൈ ലെറ്റർ alleged to be from us, ഞങ്ങൾ തന്നെ എഴുതിയതെന്ന ഞങ്ങളുടെ പേരിലുള്ള വല്ല ലേഖനത്താലോ നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടരുത്, നിങ്ങൾ ഇളകിപ്പോകരുത്. You should not be alarmed, you should not be disturbed or unsettled. സ്തോത്രം. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന താഴെ പറയുന്നത് ഒരു പ്രത്യേക വ്യാപാര ശക്തിയാലാണിത് സംഭവിക്കുന്നത്. 7-ാം വാക്യത്തിൽ പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. The mystery of lawlessness is already at work. So all these perplexity, all these alarming, disturbing experiences are because of working of some spirits, working of some powers, and that is the power or the mystery of lawlessness. And verse 9 says, that will be according to the working or the activity of Satan. മനസ്സിലായോ? 2-ാം വാക്യത്തിൽ പറയുന്നു, വല്ല ആത്മാവിനാൽ അല്ലെങ്കിൽ വല്ല വചനത്താലോ നിങ്ങൾ തെറ്റിപ്പോകരുത്. That is a pretension. പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച വെളിപ്പാട് എന്ന ഭാവേനയാണ്, പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച വചനം എന്ന വ്യാജഭാവേനയാണ് ഇത് ദൈവസഭയോളം എത്തിയത്. പക്ഷേ ഈ വെളിപ്പാടോ ഈ വചനമോ ഇവരിലേക്ക് എത്തുവാൻ വ്യാപരിച്ച വ്യാപാരം ഏതാണ്? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നേരെ. രണ്ട് വ്യാപാരങ്ങളുണ്ട് അവിടെ, 2 വ്യാപാരങ്ങൾ. ഏതൊക്കെയാ? അധർമ്മത്തിന്റെ വ്യാപാരം. ഒന്ന് അധർമ്മത്തിന്റെ മർമ്മത്തിന്റെ വ്യാപാരം. 7-ാം വാക്യം, അധർമ്മത്തിന്റെ മർമ്മത്തിന്റെ വ്യാപാരം, അതായത് എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം. 2-ാമത്തെ വ്യാപാരം
അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അല്ല, അത് അധർമ്മത്തിന്റെ വ്യാപാരം. രണ്ടാമത്തെ വ്യാപാരം റേന സിസ്റ്റർ പറഞ്ഞതാ ശരി. The working of Satan. Working of Satan. 9-ാമത്തെ വാക്യത്തിൽ സ്തോത്രം എന്താണ്? പറയുന്നത് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. മലയാളത്തിൽ വ്യാപാരം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നൊന്നും കരുതരുത്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചോളൂ. നമ്മുടെ മലയാള പെന്തക്കോസ്ത മണ്ഡലത്തിലുള്ള ഒരു സംഗതിയാണല്ലോ വ്യാപരിക്കുക എന്നുള്ളത്. ഇവിടെ അത് തന്നെയാ പറയുന്നത്, വ്യാപാരം, വ്യാപാര ശക്തി. ദ വർക്കിംഗ് ഓർ ദ ആക്ടിവിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. Activity or the working. So these people of Thessalonian church, they were very much disturbed. Their disturbance was nothing else but people falsely made them to believe that they were living in the day of the Lord. The day of the Lord has already come. When they heard and when they believably heard that the day of the Lord has already come, but Christ has not yet come and we are not yet gone to meet him. As Paul said in 1 Thessalonians 4:16 and 17. ചില അധർമ്മത്തിന്റെ മർമ്മം അഥവാ എതിർ ക്രിസ്തുവിന്റെ വ്യാപാരത്താലും സാത്താന്റെ വ്യാപാര ശക്തിയാലും ചിലർ വ്യാജമായ വെളിപ്പാടുകളും വ്യാജമായ വചനങ്ങളും കൊണ്ട് തെസലോനിക്യ സഭയെ ക്രിസ്തുവിന്റെ വരവിനും തങ്ങളുടെ എടുക്കപ്പെടലിനും വേണ്ടി കാത്തിരുന്ന തെസലോനിക്യ സഭയെ വശീകരിച്ച് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. അവരുടെ കാത്തിരിപ്പ് മുഴുവനും എന്തിനു വേണ്ടിയായിരുന്നു? ആദ്യം യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി. ഒന്നാം ലേഖനം എഴുതി കിട്ടിയതിന് ശേഷം അവരുടെ കാത്തിരിപ്പ് അവരുടെ മരിച്ചുപോയ സഹവിശ്വാസികളുടെ അക്ഷയമായ ഉയർത്തെഴുന്നേൽപ്പിനും ജീവനോടെ ശേഷിക്കുന്ന തങ്ങളുടെ രൂപാന്തരത്തിനും ഒരുമിച്ചുള്ള യേശുവിങ്കലേക്ക് എടുക്കപ്പെടുന്ന അവസ്ഥയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? തെസലോനിക്യ സഭയുടെ രണ്ട് കാത്തിരിപ്പുകൾ. ഒന്നാമത്തെ കാത്തിരിപ്പ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി. രണ്ടാമത്തെ കാത്തിരിപ്പോ ദൈവസഭയുടെ എടുക്കപ്പെടലിന്, ഉൽപ്രാപണത്തിന്. ഒന്നാമത്തെ കാത്തിരിപ്പിന് ആധാരം പൗലോസിന്റെ ആദ്യകാല പ്രസംഗങ്ങളായിരുന്നു. രണ്ടാമത്തെ കാത്തിരിപ്പിന് ആധാരം തെസലോനിക്കർക്ക് പൗലോസ് എഴുതിക്കൊടുത്ത ഒന്നാം ലേഖനം 4-ാം അധ്യായമായിരുന്നു. അപ്പോൾ രണ്ട് കാത്തിരിപ്പ്, ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതാണ് 2 തെസലോനിക്കർ 2:1 പറയുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയും രണ്ടാമത്തെ കാത്തിരിപ്പ് നമ്മൾ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത്. അതിനെയാണ് 2 തെസലോനിക്കർ 2:1 പറയുന്ന നമ്മുടെ കർത്താവിങ്കലേക്കുള്ള സമാഗമനം. മനസ്സിലാവുന്നുണ്ടോ?
പക്ഷെ ഈ വിഷയത്തിൽ ചിലർ അവരെ വശീകരിക്കാൻ തുടങ്ങി. എന്താ അവര് പറഞ്ഞത്? കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു, കർത്താവിന്റെ ദിവസം വന്നു. അതിവരെ ആശങ്കപ്പെടുത്തി. അയ്യോ, കർത്താവിന്റെ ദിവസം വന്നെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാത്തിരിപ്പെല്ലാം വെറുതെ ആയല്ലോ, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നല്ലോ, കർത്താവിന്റെ പ്രത്യക്ഷത നടന്നില്ല. യേശുവിങ്കിലേക്കുള്ള എടുക്കപ്പടിയിലും നടന്നില്ല. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ പ്രത്യാശ. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ പോയി, വെറുതെ ആയല്ലോ. പക്ഷെ ഇപ്പൊ എന്ത് വന്നെന്നാ, ഇപ്പോൾ എന്ത് നടക്കുന്നെന്നാ അറിയിച്ചത് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. ഇത്രയും വ്യക്തമാണോ? സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? യെസും നോയും ഒന്നും കിട്ടുന്നില്ല. ഇവിടെ ക്ലിയറാ? ഓക്കെ, സ്തോത്രം. ഇനി അപ്പോൾ നോക്കേണ്ടത് ഈ കർത്താവിന്റെ നാളെന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അത് യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ വരുന്ന ദിവസമാണോ? സഭയുടെ ഉൽപ്രാവണ ദിവസമാണോ? അല്ല. സ്തോത്രം. പഴയ നിയമത്തിലാണ് അതിന്റെ വേരുകൾ കിടക്കുന്നത്. യഹോവയുടെ നാൾ എന്ന് പറയുന്നത്, കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് യഹൂദന്റെ വലിയ പ്രത്യാശയായിരുന്നു. യഹൂദനെ അവന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച് അവരുടെ രാജ്യം അവർക്ക് യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന, ചുറ്റുമുള്ള സകല ജാതികളെയും നിഗ്രഹിച്ച് അല്ലെങ്കിൽ തോൽപ്പിച്ച് യഹൂദന് രാജ്യസ്ഥാപനം നടത്തിക്കൊടുക്കുന്ന ദൈവത്തിന്റെ ഒരു രക്ഷാദിവസമായിട്ടാണ് യഹൂദൻ യഹോവയുടെ ദിവസം എന്നതിനെ കാത്തിരിക്കുമായിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ പലരും ഇസ്രായേലിനോട് ആവർത്തിച്ച് പ്രവചിച്ചു പറഞ്ഞ ഒരു കാര്യം, യഹോവയുടെ നാൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ദിവസമല്ല. ചില വാക്യങ്ങൾ ഒന്ന് നോക്കിക്കോളൂ. ആമോസിലും ഹോശയായിലുമാണ് ഇത് കൂടുതലും പറയുന്നത്. വേറെയും പുസ്തകങ്ങളിലുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സ്വന്തം ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലാണ് തിരുവഴുത്തുകൾ പഠിച്ചത്. രണ്ടാമത്തെ വർഷം മുതൽ ഈ ഭാഗങ്ങളിലൂടെ ദൈവാത്മാവ് എന്നോട് ഒത്തിരി സംസാരിച്ച ഭാഗങ്ങളാണ്. ഞാൻ പ്രസംഗിക്കാനെന്ന് പറഞ്ഞ പ്രസംഗകനായിട്ടല്ല, സഭകളോട് ഈ ദൂതറിയിക്കുവാൻ വേണ്ടി പല പ്രാവശ്യം പല സഭകളിൽ ക്ഷണിക്കപ്പെടാതെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ മണക്കാലയിൽ നിന്ന് വരികയാണ്, FTS നിന്ന് വരികയാണ്, അവിടുത്തെ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞാൽ
ആ ചുറ്റുപാടുകളിലൊക്കെയുള്ള എല്ലാ പാസ്റ്റേഴ്സും ഞങ്ങൾക്ക് സമയം തരും, എല്ലാ ചർച്ചകളും സമയം തരും. കൈമുടക്കൊന്നും തരത്തില്ലെന്നേ ഉള്ളൂ, പ്രസംഗിക്കാൻ സമയം തരും. അത് മതിയായിരുന്നു. പലയിടത്തും നടന്നുപോയി ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ തിരികെ നടന്ന് സെമിനാരിയിൽ വന്നിട്ടുണ്ട്. ഒറ്റ വെപ്രാളത്തില, ഭയങ്കര ആവേശത്തില പോകുന്നത്, ഇതൊന്ന് പ്രസംഗിക്കണം. ഒരുപക്ഷെ എൻ്റെ പഠനകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച വിഷയം ഈ നിന്നാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഓർമ്മ. ആമോസിൽ നിന്നും ഹോശേയായിൽ നിന്നും. വേദപുസ്തകം പഠിക്കുന്നവർക്ക്, ബൈബിൾ സ്കൂളുകളിലെ കോഴ്സുകൾ പഠിക്കുന്നവർക്കറിയാം, 8th century പ്രോഫറ്റ്സ് എന്നും പറഞ്ഞൊരു പ്രത്യേക വിഷയം എടുത്ത് പഠിക്കാറുണ്ട്. ക്രിസ്തുവിന് മുമ്പുള്ള 8ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ. ആ ഗണത്തിൽ പെടുന്നവരാണിവർ. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ഒന്ന് സാമ്പിളിന് വേണ്ടിയിട്ട് നോക്കാം. സമയം നമ്മുടേത് തീരുന്നു, വിവരിക്കാൻ ഇനിയും പറ്റില്ലല്ലോ. ആമോസ് 5:18 വാക്യം ഒന്ന് വായിക്കുമോ? ആമോസ് 5:18. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. 20 വരെ വായിച്ചോ സിസ്റ്റർ, 20 വരെ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുവരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെയാകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ. കണ്ടോ, യഹോവയുടെ ദിവസത്തിന് വേണ്ടി ഇസ്രായേൽ കാത്തിരുന്നത് അവരുടെ രക്ഷാദിവസം, ജാതികളോട് ദൈവം അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ദിവസം എന്നൊക്കെയുള്ള നിലയിലായിരുന്നു. പക്ഷേ പിന്നീട് ദൈവം പറഞ്ഞു, വെറുതെയാ, യഹോവയുടെ ദിവസത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നവൻ വെറുതെയാ, രക്ഷാദിവസമല്ല. സിംഹത്തിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയിട്ട് കരടി അവനെ പിടിക്കുന്ന പോലെയോ, അവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സർപ്പം കടിക്കുന്നത് പോലെയോ ഉള്ള വളരെ ആപത്കരമായ, അന്ധതമസുള്ള, വെളിച്ചമില്ലാത്ത ദിവസമാണ്. സ്തോത്രം. യോവേൽ 2:11, ജോയേൽ 2:11. യഹോവ തന്റെ സൈന്യത്തിന്റെ മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവന് ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവൻ ആര്? കണ്ടോ, അത് സഹിക്കാവുന്നവനാർ. യഹോവയുടെ ദിവസം ആർക്ക് സഹിക്കാൻ പറ്റും? ഇതേ ദിവസത്തെ കുറിച്ചാണ് വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ, വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. 70-ൽ പരം വാക്യങ്ങളിൽ യഹോവയുടെ ദിവസത്തെ കുറിച്ച് ഈ നിലകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം വന്നു എന്നാണ് തെസലോനിക്ക വിശ്വാസികളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത്. വെറുതെ പോയി പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഈ പോയ കള്ളപ്രവാചകന്മാരോ കള്ള അപ്പോസ്തലന്മാരോ എന്തു പറഞ്ഞു? പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതാണ്, ആത്മാവ് തന്ന വചനമാണ്, ദാ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ അപ്പോസ്തലന്മാര് തന്നെ എഴുതി തന്ന ലേഖനങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പം പാവം വിശ്വാസികൾ അങ്ങ് വിശ്വസിച്ചു. അയ്യോ, ഈ പ്രതികാര ദിവസം വന്നോ? ഈ പ്രതികാര ദിവസത്തിൽ ഞങ്ങൾ അകപ്പെട്ടോ? ഈ ദിവസം അയ്യോ, ഞങ്ങൾ കാത്തിരുന്നതല്ലല്ലോ ഞങ്ങൾക്ക് വന്നത് എന്ന നിലയിൽ അവർ ആകുലപ്പെട്ടപ്പോൾ
അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, ആ പ്രതികാര ദിവസം, ആ അന്ധതമസ്സുള്ള ദിവസം, ആ മഹാദിവസം, അതിഭയങ്കര ദിവസം, അസഹനീയമായ ദിവസം, ആ അപകട ദിവസം, ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്ന ആ ദിവസം, ആ പ്രതികാരം നടത്തുന്ന ദിവസം, ആ ദിവസം വരുന്നതിന് മുമ്പേ ആദ്യം എന്ത് സംഭവിക്കണം? സത്യദൈവത്തിൽ നിന്നും സത്യവചനത്തിൽ നിന്നും ജനം മാറുന്ന വിശ്വാസത്യാഗം സംഭവിക്കണം. ഈ ദൈവത്തിന്റെ ക്രോധ ദിവസം വെളിപ്പെടും മുമ്പ് എതിർ ക്രിസ്തു വെളിപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട തെസലോനിക്ക സഭയെ. യഹോവയുടെ ദിവസം വന്നോ? അടുത്തിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ യഹോവയുടെ ദിവസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കുകയും എതിർ ക്രിസ്തു വെളിപ്പെടുകയും വേണം. അല്ലാതെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും സഭയുടെ ക്രിസ്തുവിനോടുള്ള സമാഗമനത്തിനും മുമ്പല്ല വിശ്വാസത്യാഗം സംഭവിക്കുകയും എതിർ ക്രിസ്തു വെളിപ്പെടുകയും വേണ്ടത്. ഇത് കേവലം വിശ്വാസം തണുക്കുന്നതോ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതോ അല്ല. ദൈവനിഷേധികളായി, ക്രിസ്തു നിഷേധികളായി, സത്യദൈവത്തെ തള്ളിക്കളയുന്ന മനുഷ്യരായി ജനം തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വാക്യം വെച്ച് മഹോപദ്രവവാദികൾ നമ്മെ വശീകരിക്കരുത്. അങ്ങനെ പറയാൻ രണ്ട് വ്യാപാരങ്ങൾ ഉള്ളത്: അധർമ്മമൂർത്തിയുടെ മർമ്മം അഥവാ എതിർ ക്രിസ്തുവിന്റെ വ്യാപാരവും, രണ്ട് സാത്താന്റെ വ്യാപാര ശക്തിയുമാണ്. പൗലോസ് പറയുന്നു, അത് നിങ്ങൾക്കല്ല, പിന്നെ ആർക്കാ ഉണ്ടാവുക? ആരെയാണത് സ്വാധീനിക്കുക? അധർമ്മ മൂർത്തിയുടെ മർമ്മത്തിന്റെ വ്യാപാരവും സാത്താന്യ ശക്തിയുടെ വ്യാപാരവും ആരെയാണ് ബാധിക്കുക? ദൈവമക്കളല്ലാത്തവര്. 9-ാം വാക്യത്തിൽ കാണുന്നു, നശിച്ചു പോകുന്നവർക്കാണ്. those who are destined for doom, not for those who are saved. അത് രക്ഷിക്കപ്പെടുന്നവർക്കല്ല, അത് വിശ്വസിക്കുന്നവർക്കല്ല, സത്യത്തെ സ്നേഹിക്കുന്നവർക്കല്ല. ആ വ്യാപാര ശക്തിയുടെ അനുഭവം ഉണ്ടാകുന്നത് നശിച്ചു പോകുന്നവർക്കാണ്, സത്യത്തെ സ്നേഹിക്കാത്തവർക്കാണ്, സത്യത്തിൽ വിശ്വസിക്കാത്തവർക്കാണ്. നിങ്ങൾക്കല്ല എന്ന തെസലോനിക്ക സഭയെ പൗലോസ് ധൈര്യപ്പെടുത്തുന്ന ഭാഗമാണത്. ഈ 14-ാമത്തെ ഭാഗം മനസ്സിലായോ? കർത്താവിന്റെ നാൾ എന്ന പ്രയോഗം, അത് വെച്ച് മഹോപദ്രവത്തിലൂടെ സഭ പോകും എന്ന് ആരും കരുതരുത്. യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കും നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കും മുമ്പല്ല, പകരം ഇസ്രായേലിനു വേണ്ടി ദൈവം വെളിപ്പെടുന്ന, ദൈവം പ്രതികാരം നടത്തുന്ന
ആ ദൈവത്തിന്റെ കോപ ദിവസത്തിന്റെ വെളിപ്പാടിന് മുൻപാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. സ്തോത്രം. ഈ കാര്യങ്ങൾ വ്യക്തമാണോ? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം? സ്തോത്രം. സംവാദ്. ഓക്കെ. സ്തോത്രം. നിങ്ങളുടെ മൗനത്തിൽ നിന്ന് സംശയം പൂർണ്ണമായും മാറിയ ലക്ഷണമില്ല. എന്നാൽ ചോദിക്കത്തക്കവണ്ണം ഒന്നും ഉള്ള ലക്ഷണമില്ല, അല്ലേ? സ്തോത്രം. ശരി, ഈ കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങളേവരും ഒന്ന് അയവിറക്കുക. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഈ കാര്യം ഒന്നും കൂടെ ഒന്ന് ക്രോഡീകരിച്ചു പോകാം. സ്തോത്രം. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും നമ്മൾ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിനും ഈ കാര്യങ്ങളോ ഏത് കാര്യങ്ങൾ? വിശ്വാസത്യാഗം ഇതുപോലെ സംഭവിക്കുകയും പിന്നെ എതിർ ക്രിസ്തു വെളിപ്പെടുകയും വേണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ നാൾ ഇസ്രായേൽ മക്കളോട് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ പ്രതികാരത്തിന്റെ, കഷ്ടതയുടെ, അന്ധതമസിന്റെ ദിവസം വരുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ പ്രതികാര ദിവസമാണത്, ക്രോധ ദിവസമാണത്. അതിനു മുമ്പാണ് ഈ രണ്ട് കാര്യങ്ങൾ, വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടും സംഭവിക്കേണ്ടത്. എന്നാൽ യേശുക്രിസ്തു മേഘങ്ങളിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയും നമ്മെ തന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളുകയും ചെയ്യുന്നതിന് ഈ വിധ ലക്ഷണങ്ങൾ ഒന്നും ബാധകം അല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നത് ഇവർ പറയുന്നത് പോലെ മഹോപദ്രവവാദികൾ വാദിക്കും പോലെയാണെങ്കിൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെ വേണം കാത്തിരിക്കാൻ? ക്രിസ്തുവിനെയോ അധർമ്മമൂർത്തിയെയോ? അധർമ്മമൂർത്തിയെ. എന്നാൽ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് നിങ്ങളുടെ മണവാളൻ നനയാത്ത നാഴികയിൽ വരുന്നത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. അതെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷത്തിലും സംഭവിക്കാം എന്നതിനാൽ ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ബാക്കി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ യുവജനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.